2000-ൽ ഒരു ബൗളർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ബാറ്റ്സ്മാൻമാർ മനസ്സുകൊണ്ടെങ്കിലും അല്പം ആശ്വസിച്ചിട്ടുണ്ടാകണം. അയാളുടെ പേര് കേർട്ട്ലി ആംബ്രോസ്. ആംബ്രോസ് പന്തെറിയാൻ ഓടിവരുന്ന കാഴ്ച എത്ര മികച്ച ബാറ്റ്സ്മാൻമാർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. പേസ്, ബൗൺസ്, കൃത്യത എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധങ്ങൾ. ഇത് ഏത് സമയത്തും എതിരാളികളെ തകർക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സമയത്ത് കേർട്ട്ലിയേക്കാൾ മാരകവും ഫലപ്രദവുമായ ഒരു ഫാസ്റ്റ് ബൗളർ ഉണ്ടായിരുന്നോ എന്നത് തന്നെ സംശയമാണ്. 1963 സെപ്റ്റംബർ 21 ആന്റിഗ്വയിൽ ജനിച്ച കേർട്ട്ലി ആംബ്രോസിന് ചെറുപ്പത്തിൽ ബാസ്കറ്റ്ബോൾ കളിക്കാരനോ ഫുട്ബോൾ കളിക്കാരനോ ആകാനായിരുന്നു താല്പര്യം. എന്നാൽ ക്രിക്കറ്റ് ആരാധികയായിരുന്ന അമ്മയുടെ നിർബന്ധം കാരണം അദ്ദേഹം ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞു. അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന് ഒരു ഇതിഹാസ ബൗളറെ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. 1984-ൽ സ്വീറ്റ്സ് എന്ന ക്ലബിനായി കളിക്കാൻ തുടങ്ങിയ ആംബ്രോസ് അടുത്ത വർഷം തന്നെ ലീവാർഡ് ഐലൻഡ് ടീമിൽ ഇടം നേടി. അദ്ദേഹത്തിൻ്റെ ഉയരവും ശരീരപ്രകൃതിയും ബാറ്റ്സ്മാൻമാരെ പന്തെറിയുന്നതിന് മുൻപ് തന്നെ അസ്വസ്ഥരാക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ട്രേഡ് മാർക്കായി മാറി. 1988-ൽ മികച്ച പ്രകടനങ്ങളിലൂടെ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ ഇടം നേടിയ ആംബ്രോസ് പാകിസ്ഥാനെതിരെ ഏകദിന അരങ്ങേറ്റം കുറിച്ചു. ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റുകൾ നേടി പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരെ അദ്ദേഹം തകർത്തു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 22 വിക്കറ്റുകൾ നേടി ആംബ്രോസ് ശ്രദ്ധേയനായി. വിസ്റ്റൺ കമന്റേറ്റർ ടോണി കിയർ അദ്ദേഹത്തെ ജോയൽ ഗാർണറിന്റെ പകരക്കാരനായി വിശേഷിപ്പിച്ചു. ഓസ്ട്രേലിയക്കെതിരെ 26 വിക്കറ്റുകൾ നേടി അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന് ആ പരമ്പരയും നേടിക്കൊടുക്കുകയുണ്ടായി. കരിയറിൻ്റെ പീക്ക് സ്റ്റേജിൽ ആംബ്രോസ് അധികം സ്വിങ്ങിനെയോ സീം മൂവ്മെൻറ്റിനെയോ ആശ്രയിച്ചില്ല. ഒരേ സ്ഥലത്ത് പന്തെറിയാനുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യതയും ഉയരവും ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഉയരം കൂടിയ ശരീരപ്രകൃതി കാരണം അദ്ദേഹത്തിന് മികച്ച ബൗൺസ് ലഭിച്ചിരുന്നു. ഫാസ്റ്റ് ബൗളർമാർക്ക് അനുകൂലമല്ലാത്ത പിച്ചുകളിൽ പോലും അദ്ദേഹം നല്ല ബൗൺസ് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ കൃത്യതയും റൺസ് വഴങ്ങാനുള്ള വിമുഖതയും ബൗളിംഗ് രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. ബൗളിംഗ് കഴിവുകൾക്കൊപ്പം അദ്ദേഹത്തിന് വിചിത്രമായ ഹെയർ സ്റ്റൈലും ഭയപ്പെടുത്തുന്ന മുഖഭാവവും ഉണ്ടായിരുന്നു. ഒരു ബാറ്റ്സ്മാനെ നോക്കി ഭയപ്പെടുത്താൻ അദ്ദേഹം മടിച്ചില്ല. ബാറ്റ്സ്മാൻമാർ അദ്ദേഹത്തിനെതിരെ ബൗണ്ടറി നേടുമ്പോൾ അദ്ദേഹം പിച്ചിൻ്റെ മധ്യത്തിലേക്ക് നടക്കുകയും ബാറ്റ്സ്മാൻ്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കാണുന്നവർക്ക് പോലും ഭയം തോന്നിയിരുന്നു. ഫാസ്റ്റ് ബൗളിംഗ് പങ്കാളിയായ കോർട്നി വാൾഷിനൊപ്പം ടീം തോൽക്കാൻ സാധ്യതയുള്ളപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ അദ്ദേഹം പ്രശസ്തി നേടി. 1994-ൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ആംബ്രോസ് 2ാം ഇന്നിംഗ്സിൽ 10 ഓവറുകൾ തുടർച്ചയായി എറിഞ്ഞ് 24 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റുകൾ നേടി ഇംഗ്ലണ്ടിനെ വെറും 46 റൺസിന് പുറത്താക്കിയിരുന്നു. 1993-ൽ പെർത്തിൽ നടന്ന ടെസ്റ്റിൽ ആംബ്രോസ് ഒറ്റയ്ക്ക് ഓസ്ട്രേലിയയെ തകർത്തു. പരമ്പര 2-2 എന്ന നിലയിൽ സമനിലയിലായിരുന്ന 5ാം ടെസ്റ്റിൽ ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായ പിച്ചായിരുന്നിട്ടും ആംബ്രോസ് 32 പന്തിൽ വെറും 1 റൺ മാത്രം വഴങ്ങി 7 വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയയെ 119 റൺസിന് പുറത്താക്കുകയായിരുന്നു. ഈ പ്രകടനം വെസ്റ്റ് ഇൻഡീസിന് ഒരു ഇന്നിംഗ്സിനും 25 റൺസിനും വിജയം സമ്മാനിക്കുകയും ചെയ്തു. ആംബ്രോസ് ഒരു ബാറ്റ്സ്മാനെയും സ്ലെഡ്ജ് ചെയ്തിരുന്നില്ല എങ്കിലും ദേഷ്യം വന്നാൽ അദ്ദേഹം വളരെ ഭയങ്കരനായിരുന്നു. 1993-ൽ ഒരു മത്സരത്തിൽ ഡീൻ ജോൺസ് ആംബ്രോസ് തൻ്റെ റിസ്റ്റ് ബാൻഡ് മാറ്റണമെന്ന് അമ്പയറോട് നിർദ്ദേശിച്ചത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. ആദ്യം ആംബ്രോസ് വിസമ്മതിച്ചെങ്കിലും ക്യാപ്റ്റനുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അത് സമ്മതിച്ചു. എന്നാൽ അതിനുശേഷം ഓസ്ട്രേലിയൻ ടീമിന് അതൊരു പേടി സ്വപ്നമായി മാറി. ആംബ്രോസ് 5 വിക്കറ്റുകൾ നേടി ഓസ്ട്രേലിയയെ തകർത്തു. റിസ്റ്റ് ബാൻഡ് ഊരിയതിനു ശേഷം ആംബ്രോസ് എറിഞ്ഞ അടുത്ത 3 ഡെലിവറികൾ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതായിരുന്നു എന്നാണ് ജോൺസ് പിന്നീട് പറഞ്ഞത്. കേർട്ട്ലി ആംബ്രോസ് 98 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 20 ശരാശരിയിൽ 405 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഏകദിനങ്ങളിൽ 24 ശരാശരിയിൽ 225 വിക്കറ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. 400 ടെസ്റ്റ് വിക്കറ്റ് എന്ന നാഴികക്കല്ല് പിന്നിടുന്ന 3ാമത്തെ മാത്രം വെസ്റ്റ് ഇൻഡീസ് താരമായിരുന്നു അദ്ദേഹം. കരിയറിൻ്റെ ഭൂരിഭാഗം സമയത്തും ICC പ്ലെയർ റാങ്കിങ്ങിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളറായി ആംബ്രോസിനെ കണക്കാക്കിയിരുന്നു. 2000-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ ആംബ്രോസിനെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് 2014-ൽ നൈറ്റ്ഹുഡ് പദവിയും ലഭിച്ചു. വെസ്റ്റ് ഇൻഡീസ് നിരവധി ഇതിഹാസ ഫാസ്റ്റ് ബൗളർമാർക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും കേർട്ട്ലി ആംബ്രോസിന് അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിൽ ഒരു പ്രത്യേക സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ്, നിശ്ചയദാർഢ്യം, ഇൻഫ്ലുവൻസ് എന്നിവ അദ്ദേഹത്തെ എല്ലാ കാലത്തും ഇതിഹാസമായി തന്നെ നിലനിർത്തും.